ഉടമ്പടി വിശ്വസ്തത എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ വിശ്വസ്തത അചഞ്ചലമാണ്. എന്ന് വെച്ചാൽ നീ ഉടമ്പടി ഇട്ടും പോയാലും നിൻ്റെ ദൈവം നിൻ്റെ ഉടമ്പടി ഇട്ട് പോകത്തില്ല. മനസ്സിലായില്ലേ? നീ ഉടമ്പടി ഇട്ട് പോയാലും നിൻ്റെ ഉടമ്പടി, നിന്നോട് ചെയ്ത ദൈവം ചെയ്ത ഉടമ്പടി ഇട്ട് പോകത്തില്ല. അപ്പോൾ നിങ്ങളാരും പറയരുത് പണ്ട് ഞാൻ ഉടമ്പടിയിലായിരുന്നു ഇപ്പം അല്ലെന്ന് പറയരുത്. കർത്താവ് പറയും ഇപ്പോഴും ആണെന്ന് പറയും. കാര്യം എന്താണ്? എനിക്ക് നിന്നോടുള്ള സ്നേഹം ഓരോ പ്രഭാതത്തെയും പുതിയതാണ്. കൈയടിക്കട്ടെ. ഈ ദൈവസ്നേഹം ഉണ്ടല്ലോ മക്കളെ, ഈ ദൈവസ്നേഹം ഇപ്പം നിങ്ങൾ കേട്ടില്ലേ? മനസ്സിലായില്ലേ? പാപത്തേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ സ്നേഹം. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തേക്കാൾ വലുതാണ് പാപം എന്ന് പറയരുത്. എന്താണ്? പാപത്തേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഉടമ്പടി ഉദ്ഘോഷിക്കുന്നത് അതാണ്. ഈ പാപത്തേക്കാൾ വലുതായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പരിധിയിലാണ് നീ നിൽക്കുന്നത്. നീ ഔട്ട് ഓഫ് റേഞ്ച് അല്ല. പിശാസാണ് പറഞ്ഞത് നീ ഔട്ട് ഓഫ് റേഞ്ച് ആണെന്ന്. നീ ഔട്ട് ഓഫ് റേഞ്ച് അല്ല. വചനം പറഞ്ഞത് എന്താണ്? നീ ഇപ്പോഴും എൻ്റെ റേഞ്ചിലാണെന്നാണ് പറയുന്നത്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ.